ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിനകത്ത് പോവാം. അതെ, ഹീറോ സ്കൂൾ പഠിക്കുക. അതെ, ഹീറോ മാഫിയാണ്. ഈ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് നോക്കാം. ഒരു ഡാർക്ക് നൈറ്റ്, രാത്രി. അങ്ങനെ കാറ്, ഒരു ബ്ലാക്ക് കളർ ആ കാർ പാസ്റ്റായിട്ട് പോകാൻ തുടങ്ങി. ഒരു മനുഷ്യൻ അങ്ങനെ പാസ്റ്റ് ഓടിപ്പോവാ, അങ്ങനെ അവിടെ നിപ്പിച്ച്. അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഹാൻസമായ ഒരു ബോയ് കാറിൽ നിന്ന് ഇറങ്ങി. സർ, എന്നെ വിട്ടു സർ. എന്താ വിട്ടണോ? അങ്ങനെ ഗണ്ണ് നല്ല സ്റ്റൈലായി പിടിച്ചു പറഞ്ഞു, പറയടാ എവിടെയാണ്? സർ, അത് എൻ്റെ ഇല്ല സർ. അങ്ങനെ ആറാമായിരുന്നു അത്. എവിടെയാണ് ഉള്ളത്? സർ, എനിക്കറിയില്ല സർ, എന്നെ വിട്ട്. വിടാൻ വേണ്ടിയിട്ടാ ഈ പിടിച്ചത്. നിന്നെ മറിയാതിൽ പറയുന്ന നല്ലത്. എവിടെ? സർ, എനിക്കറിയാം സർ, വിട്ടു സർ, വിട്ടു സർ, ഞാൻ പറയാം. അവൻ നടന്ന സർ, അവർ പറയടാ സർ. അവൻ ടോം അവിടെ സർ. ഇതാ സർ അവൻ്റെ നിങ്ങൾക്ക് സർ. താടാ മെമ്മറി. ആ മെമ്മറി എടുത്തു. അവനെ ഉള്ള സ്ഥലം പറഞ്ഞ് അവനെ കൊന്നു കളഞ്ഞു. ശരി നഞ്ചുൻ, എന്ത് പറ്റി? ജിൻ കിട്ടിയോ? അത് കിട്ടി. നമ്മൾ പോയി ഇത് കണ്ടുപിടിച്ചേ പറ്റും. അങ്ങനായിട്ട് അവർ പോയി. ആ ചിപ്പിൽ നോക്കുമ്പോൾ നിറയെ ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്യുന്ന ഇവിടെ നല്ല മാഫിയാണ്. അത് കെട്ട മാഫിയാണ്. അങ്ങനെ ആ കെട്ട മാഫിയനെ പിടിക്കാൻ വേണ്ടി അവൻ്റെ ആൾക്കാരെ പിടിച്ച് ഓരോ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായിട്ട് അതിനെ പിടിച്ചു. അതിനെ എല്ലാ ജോലി ചെയ്ത് കഴിഞ്ഞു. അവനെ പിടിച്ച് എല്ലാ മിൽസിനെ പിടിച്ച് അതെ ആ മാഫിയ ബോസിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു എല്ലാ ജോലി കഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു പോലീസ് വന്നു. അതെ, ഒരു പോലീസ് വന്നു വീട്ടിലേക്ക്. എന്താടാ നീ മാഫിയനെ കൊന്നു കളഞ്ഞു. ഇതായിട്ട് ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. പോലീസ് ഇങ്ങനെ കണ്ണുകാട്ടി മിരട്ടാതാവുകയായിരുന്നു. ചിരിക്കാൻ തുടങ്ങി. എന്താടാ നിനക്ക് ഇപ്പോഴത്തെ ഒരു ജോക്ക്? അത് ഹാറമിൻ്റെ ഫ്രണ്ടായിരുന്നു, ജേഹുപ്പാണ്. അവനൊരു പോലീസാണ്. എന്താടാ നീ പറയാ? എനിക്ക് വയ്യടാ, എല്ലാം കഷ്ടം. അതെ, എല്ലാം കൊന്നു കാണും എല്ലാം. എടാ ജേഹു പറഞ്ഞു. അതെടാ, ക്രിമിനൽസിനെ പിടിക്കാൻ നല്ല കാര്യം ചെയ്തു. നമുക്കൊരു കോൾ വന്നു. ഓമിസ്റ്ററാണ്. ഹലോ, എന്ത് പറ്റി സർ? എല്ലാം ചെയ്തു കഴിഞ്ഞല്ലേ? ചെയ്തു കഴിഞ്ഞു സർ. ഈ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യണം. കെട്ട മനുഷ്യനെ നീ കൊന്നു കളഞ്ഞുകൊണ്ട് നിനക്ക് എപ്പോഴും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെ, ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ടാണ്. അണ്ടർ മാഫിയ ഒരു കമ്പനി, ഒരു CEO. ഓമിസ്റ്ററിൻ്റെ ഒരു അനിയനാണ് ശരി, ഇവിടുന്ന് വന്നു. വീട്ടിലേക്ക് വന്നു. നമുക്കിപ്പോൾ ഹീറോയിൻ്റെ എൻട്രി. ഹീറോയിൻ ഒരു നോർമൽ ഗേൾ, സ്കൂൾ ഗേൾ. കാണാൻ ക്യൂട്ടായുള്ള ഗേളാണ്. പേര് ഹോയാൻ. അതെ, ഹോയാൻ നല്ല ക്യൂട്ടായ ഗേളാണ്, സ്കൂൾ പഠിക്കുന്നത്. ചേച്ചി. എന്ത് പറ്റി ഹോയാൻ? ഇല്ല ചേച്ചി, എനിക്ക് ചോക്ലേറ്റ് വേണം. എപ്പോഴും നിൻ്റെയോടെ പറയാ ഹോയാൻ. ഈ ചോക്ലേറ്റ് ഒന്നും കഴിക്കണ്ട, പല്ല് വേദന വരും. എനിക്ക് വേണം ചേച്ചി. ഇവളൊരു കാര്യം എന്നാ പിടിച്ചോ. ചേച്ചി ദേശത്തിൽ പോയി. അങ്ങനെ അവിടെ വീട്ടിൽ ജോലിയോ. അതെ, എനിക്ക് 2 ചേച്ചിയാണുള്ളത്. അതെ, അങ്ങനെ ബാക്കി ഇങ്ങനെ വീട്ടിലത് താമസിക്കുകയാണ്. ഹോസ്റ്റലിൽ ഇനി പഠിക്കുകയായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നല്ല ജോലിയായിട്ടിരിക്കുമ്പോൾ വാവ്, അവിടെ കാണാൻ ഭംഗിയായിട്ട് ചേച്ചി വന്നു. ഫ്രണ്ട് വന്ന് ചോദിച്ചു, മച്ചി എന്തടി അവിടെ നോക്കാം? അതടി ചേച്ചി. ചേച്ചി എന്ത് പറ്റിയടി? അതെ, ഫസ്റ്റ് ചേച്ചി വന്നു. എന്ത് പറ്റിയടി? റോസ് ചേച്ചി. അതാരാ വീടാ? ഭംഗിയായിട്ടുണ്ടല്ലോ. അതാ അവിടേക്കൊന്നും നീ പോകണ്ട. എന്താ ചേച്ചി? എന്ത് ചേച്ചി നീ പറയാ? അതെ, നീ പറഞ്ഞേക്ക്. ഞാൻ പറയുന്നത് നല്ലതാ. നീ അവിടേക്കും പോകണ്ട. റോസ് ചേച്ചി പോയാൻ പറഞ്ഞു കേക്ക്. അവിടേക്ക് പോകാൻ പാടില്ല, മനസ്സിലായോ? അതൊരു മാഫിയൻ്റെ വീടാണ്. എന്ത് മാഫിയൻ്റെ വീടാ? അതെടി പറഞ്ഞേക്ക്. ശരി ചേച്ചി.
ശരി. അങ്ങനെയായിട്ട് ഇങ്ങനെ പറത്തിരുന്ന് ഊഞ്ഞാലാടിയുണ്ടായിരുന്നു. അത് പറത്തിന് ഊഞ്ഞാലാടുമ്പോൾ ഒരു ക്യാറ്റ് ക്യൂട്ടായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മെല്ലെ വന്നു. അയ്യോ രക്ഷപ്പെട്ടു. ഇവൻ്റെ ഒരു ടോർച്ചർ. ഇങ്ങനെയായിട്ട് ആ ക്യാറ്റോട് പറഞ്ഞ് വന്നിരുന്നു. ക്യാറ്റിന് കണ്ണ് നല്ല ജൊലി ജൊലി ജ്വലിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാം. ഹീറോ അവിടെ ഊഞ്ഞാലാടുന്നത് കണ്ട് ക്യാറ്റ് ഹാഹാ ഇവളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്, ആഹാ ഇവളെ മടിയിലിരിക്കാൻ എന്ന് ക്യാറ്റ് ഒരു പ്ലാൻ ചെയ്തു. ക്യാറ്റ് വന്ന് അവൾ കാളുവർഷം തുടങ്ങി. ഇതെന്താ കാളുവർഷം, വാ ക്യൂട്ടായിട്ടുണ്ടല്ലോ ക്യാറ്റ്. ക്യാറ്റ് ഇരിക്കുക, അയ്യോ ക്യൂട്ടായിട്ടുള്ള ഇവളെ ക്യൂട്ട് വോയിസ്. അങ്ങനെ ക്യാറ്റ് അവളെ മടിയിലിരുന്ന് നല്ല ക്യൂട്ടായിട്ട് നല്ല മടിയിലിരിക്കാൻ തുടങ്ങിയായിരുന്നു. ആ നീ ഫുഡ് കഴിച്ചോ? തലയാട്ടി ഇല്ലാന്ന്. അങ്ങനെ ക്യാറ്റിനകത്ത് എടുത്തുകൊണ്ട് പോയി എന്താ ഫുഡ് കഴിക്കുക? ചേച്ചി റോസ് വന്നു. എന്താടി ചേച്ചി ക്യാറ്റ് ഇത് കഴിക്കുക? പാല്. എന്നാ പാല്. അങ്ങനെ ക്യാറ്റിന് പാല് കൊടുത്തു. ഫുഡൊന്നുമില്ല സോറി ക്യാറ്റ്. ഫുഡില്ല മോശമില്ല. അങ്ങനെ ആ ക്യാറ്റ് കൂടെ ഇരുന്ന് ക്യൂട്ടായിട്ട് 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 ഓടി ഓടി കളിക്കായിരുന്നു ആ ക്യാറ്റിനെ കൂടെ. ക്യാറ്റ് കുഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ അകത്ത് വന്ന് ക്യാറ്റിന് കൂടെ ഉറങ്ങായിരുന്നു. അങ്ങനെ വെല്ലടിച്ചു. റോസ് പോയി വാത് തുറന്നു. അയ്യോ ഇത് മാഫിയാണല്ലോ. സർ നിങ്ങൾക്ക് എന്താ വേണം സർ? ഇല്ല എൻ്റെ വൈറ്റ് ക്യാറ്റ് ഇവിടെയൊക്കെ വന്നായിരുന്നു, ഇങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? ഇങ്ങോട്ടുണ്ടോ വൈറ്റ് ക്യാറ്റ്? ക്യാറ്റാ സർ? എങ്ങനത്തെ ക്യാറ്റാണ് സർ? ആറാം കാട്ടി ഫോണിൽ. അയ്യോ ഈ ക്യാറ്റാ? അതെ ഈ ക്യാറ്റാന്നല്ലോ സർ. ഇപ്പോൾ വരാം സർ. അങ്ങനെ പോയി അകത്ത് പോയി. സർ നിങ്ങളെ ക്യാറ്റ് ഡാൻസ്. അയ്യോ ഇവനൊരു കോവക്കാരനാണ്, സൂക്ഷിക്കണം. അങ്ങനെ എണിച്ച് വന്ന് നോക്കുമ്പോൾ ചേച്ചി എൻ്റെ ക്യാറ്റ് കാണുന്നില്ല. എന്താടി? മിയ പറഞ്ഞോ എടി റോസ്. എന്തടി ക്യാറ്റ് എവിടെ? അത് അവൾ നടന്നവർ പറഞ്ഞു. പറഞ്ഞേക്ക് ആ ക്യാറ്റിൻ്റെ കൂടെ ക്ലോസ് ആവണ്ട, അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാഫിയൻ്റെ ക്യാറ്റാ. മാഫിയൻ്റെ ക്യാറ്റാ? എനിക്ക് എന്താ കാണും? എനിക്ക് ആ ക്യാറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി ചേച്ചി. എനിക്ക് ആ ക്യാറ്റിനെ കാണണം. ഇവളൊരു കാണണമെന്ന് കട പറഞ്ഞാൽ നമ്മളെ ടോർച്ചർ ചെയ്യും. അങ്ങനെ രണ്ട് ചേച്ചിമാർ ദേഷ്യത്തിൽ എവിടുന്ന് പോയി.